ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ കണ്ടല്ലോ അല്ലേ നിങ്ങൾ? നമ്മുടെ ദേവി ആ ഒരു പേപ്പറുമായിട്ട് ബാലൻ്റെ അടുത്ത് ചെന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ മീനാക്ഷിയുടെ ജീവിത പ്രശ്നമായി മാറാൻ പോവുകയാണ്. അപ്പോൾ അത് തന്നെയാണ് നാളത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ദേവിക്ക് എന്ത് കാണാ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പോലും വായിച്ചു നോക്കാതെ, ഇംഗ്ലീഷ് നോക്കിയിട്ട് മനസ്സിലാവില്ലല്ലോ, ഭയങ്കര MA BA എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. അതുകൊണ്ട് ബാലന്റെ കൈ കൊണ്ട് കൊടുത്ത് ഇനിയിപ്പോൾ ബാലന്റെ കടയിലെ പേപ്പറോ എന്തോ ആണോന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ബാലനോ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ബാലന് പണ്ടത്തെ എന്താ 8ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ അങ്ങാണ്ടൊക്കെയാണ്. അത്രയും നല്ല രീതിയിൽ ഇംഗ്ലീഷ് വായിക്കാനോ അത് വായിച്ചു മനസ്സിലാക്കാനോ ഒന്നും ബാലനും കഴിയില്ല. ബാലൻ ഇങ്ങനെ നൂർത്തി പിടിച്ചൊക്കെ നോക്കിയിട്ട്, മോളെ ഇത് ഇച്ചിരി കടുപ്പമാ, ഇതേ അച്ഛനെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. ബാലച്ചന് സത്യം പറഞ്ഞാലേ ഇംഗ്ലീഷ് ഒന്നും അത്രയ്ക്ക് പിടുത്തമില്ല. പച്ച മലയാളമാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ വായിച്ച് പിറക്കി കണ്ടുപിടിച്ചേനെ. ഇതിപ്പം ഇംഗ്ലീഷ് ആയി പോയല്ലോ. അല്ല, മൂക്കിത് എവിടെ നിന്നാ കിട്ടിയത്? അത് പിന്നെ അച്ഛാ, ഞാനേ ഇപ്പൊ ഒന്ന് ചെറുതായിട്ട് വീണു, എൻ്റെ മുട്ടിടിച്ചാ ഞാൻ വീണത്. എന്നിട്ട് മൂക്ക് എന്തെങ്കിലും പറ്റിയോ? എനിക്കൊന്നും പറ്റിയൊന്നുമില്ല, കാലിന് ചെറുതായിട്ട് വേദനയുണ്ട്. അവിടെ കിടന്ന പേപ്പർ ഞാൻ ഓർത്ത് ഇനി ബാലച്ചന്റെ വല്ലതും ആയിരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്തോണ്ട് വന്നത്. അല്ല, മോള് നന്നായിട്ട് പഠിച്ചതല്ലേ, മോക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാലോ, മോള് മെയിനായിട്ട് ഇംഗ്ലീഷൊക്കെ അല്ലേ എടുത്തത്. എങ്കിൽ പിന്നെ മോള് ഇതങ്ങോട്ടിരുന്ന് വായിച്ചു നോക്കിയിട്ട് പറ, മോക്കറിയില്ലേ എന്ന് ചോദിച്ചു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ദേവിയുടെ ബോധം പോയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇംഗ്ലീഷിൽ A എന്ന് പോലും നമ്മുടെ ദേവിക്ക് അറിയത്തില്ല. ദേവി മൊത്തം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പതുക്കെയൊക്കെ ഇങ്ങനെ നോക്കി. അപ്പോഴത്തേക്ക് ബാലൻ ചോദിച്ചു, മോളെ എന്താ അതിൽ പേപ്പറിൽ എഴുതിയിരിക്കുന്നത്? അത് പിന്നെ ബാലച്ച, അയ്യോ ഇത് ആവശ്യമില്ലാത്ത പേപ്പറാന്നേ. ഇത് പണ്ടത്തെ ഏതാണ്ട് പേപ്പർ ആണോ? ആവശ്യമില്ലാത്ത പേപ്പറാണോ? അതേന്നേ, ഇത് ആവശ്യമില്ലാത്ത പേപ്പറാ. ഇതിനിപ്പം ആർക്കും വേണ്ടല്ലോ എന്ന് പറഞ്ഞ് ചുരുട്ടി കൂട്ടിയിട്ട് നമ്മുടെ ദേവി അത് കൊണ്ടുപോയി മുറ്റത്തേക്ക് ഒരൊറ്റ ഏറ്. എവിടെന്ന്? അത് നമ്മുടെ മീനൂട്ടിയുടെ ജീവിത പ്രശ്നമാണെന്ന് അറിയാതെയാണ് നമ്മുടെ ദേവി അതെടുത്ത് എറിഞ്ഞത്. ഏതായാലും ദേവി അതെടുത്ത് എറിഞ്ഞു അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആനന്ദ് അവിടെ അകത്തുണ്ട്. അപ്പൊ ആനന്ദിനോട് എന്ന് പറഞ്ഞു, ഇന്നലെ രാത്രി മേളിൽ പോയി കിടന്ന് ഉറങ്ങിയില്ലേ? നല്ല സുഖമായിട്ട് ഉറങ്ങി കാണുമല്ലോ. ഇവിടെയാണെങ്കിൽ എനിക്ക് കിടന്ന് ഉറങ്ങിയിട്ട് ഒരു സമാധാനവും കിട്ടിയില്ല. അത് മാത്രല്ല, ഇവിടെ ഉള്ളവർക്കൊക്കെ എന്നോട് താല്പര്യക്കുറവാ. എന്താണോ, അവര് രണ്ടുപേരും ഭയങ്കര കൂട്ടാ, മീനൂട്ടിയും മിത്രയും. പക്ഷെ എന്നെ അവരങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. എന്താന്ന് എനിക്ക് അറിയത്തില്ല. അതെന്താ ആനന്ദേട്ടാ അവരെന്നോട് കൂട്ടാകാത്തത്? അത് ഞാന് ഇനിയിപ്പോ പുതിയ മരുമകളായിട്ടാണോ, അതെയോ ഇനി അവരുടെ ആ ഒരു ടൂണിന് ചേർന്ന് പോകാഞ്ഞിട്ടാണോ? എനിക്കങ്ങോട്ട് പിടികിട്ടുന്നില്ല. അതല്ലാട്ടോ ആനന്ദേട്ടൻ ഇനി മുകളിൽ പോയെന്ന് അവരുടെ കൂടെ കിടക്കരുത്. ദേ ആരിനത്രയ്ക്ക് ശരിയൊന്നും അല്ല. ഇത് കേട്ട ഉടനെ നമ്മുടെ ആനന്ദ് പറഞ്ഞു, എൻ്റെ പൊന്ന് ദേവി, നീ നിർത്ത്, ആ കേസ് വിട്. ഏത് കേസ് വിടാൻ? ആ കേസ് അങ്ങനെ വിടാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പിള്ളേരല്ലേ, നമ്മുടെ പിള്ളേര് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളല്ലേ ചൂണ്ടിക്കാണിക്കേണ്ടത്. എന്താ ആനന്ദേട്ട ഈ പറയുന്നത്? എനിക്കറിയാം ആനന്ദേട്ടൻ ഇപ്പൊ എന്നോട് ഒട്ടും സ്നേഹമില്ല. ഈ താലി കെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ, ഒട്ടും സ്നേഹമില്ലെന്ന് എനിക്കറിയാം. നിന്നോട് ആരാ പറഞ്ഞ എനിക്ക് സ്നേഹമില്ലെന്ന്? സ്നേഹം ഉണ്ടായിരുന്നെങ്കിലേ ഇന്നലെ ടെറസിന്റെ മണ്ടയിൽ പോയി കിടക്കുമായിരുന്നോ? എൻ്റെ അടുത്തല്ലേ കിടക്കത്തുള്ളായിരുന്നു. അതിന് ഒരു ദിവസം ടെറസിന്റെ മണ്ടയിൽ പോയി കിടന്നു പറഞ്ഞ് ഒരു ദിവസം കിടന്ന ഇങ്ങനെ പല ദിവസം ആവുന്നത്. ആരിന്റെ കൂടെ കൂടിയിട്ട് വല്ല പെഗും അടിച്ചോണ്ട് ഇങ്ങോട്ടും വന്നാലുണ്ടല്ലോ, ഈ ദേവിയുടെ തനി നിറം അറിയും. പിന്നെ സത്യമായിട്ട് ഞാൻ പറയട്ടെ, ഞാൻ ഈ വീട്ടിലിരുന്ന് മടുത്തു. നമുക്ക് പുറത്തേക്കൊക്കെ ഒരു ഔട്ടിങ്ങിന് പോയാലോ? എല്ലാവരും ഈ ഹണിമൂണിനൊക്കെ പോകുന്നുണ്ടല്ലോ, നമുക്കൊന്ന് ഹണിമൂണിന് പൊക്കൂടെ? എനിക്കറിയാം അത് ആനന്ദേട്ടന് ഇഷ്ടമുള്ള കേസല്ലെന്ന്, പക്ഷെ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാൻ ഇനി ആനന്ദേട്ടനല്ലേ ഉള്ളൂ. നമുക്കൊന്ന് പുറത്തൊക്കെ പോയാലോ, ഹണിമൂണിന് പോയാലോ? അപ്പോഴത്തേക്കാണ് നമ്മുടെ ആനന്ദ് പറഞ്ഞത്, അത് പിന്നെ അച്ഛൻ സമ്മതിക്കുവോ? അതെന്താ അച്ഛൻ സമ്മതിക്കാത്തത്? ബാലച്ഛൻ സമ്മതിക്കും. ആനന്ദേട്ടൻ പറഞ്ഞാൽ മതി, പ്ലീസ് ആനന്ദേട്ട. ആനന്ദേട്ടൻ എന്നോട് സ്നേഹമില്ലല്ലേ? എൻ്റെ കൂട്ടുകാരികളെല്ലാവരും ഹണിമൂണിനൊക്കെ പോകുന്നൊക്കെ കേട്ടിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ്. സത്യം പറഞ്ഞാലേ അതൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ആനന്ദേട്ടനെ കല്യാണം കഴിച്ചത്. ഹണിമൂണ് പോകാൻ ആഗ്രഹിച്ചിട്ടാണോ നീ എന്നെ കല്യാണം കഴിച്ചത്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതും ഞാൻ ആഗ്രഹിച്ചു.
അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് 2-3 ദിവസം ഇവിടുന്ന് മാറി നിൽക്കാം. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എല്ലാം ഒന്ന് ശരിയാകും. ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഇടയിൽ കിടന്ന് എന്ത് പ്രശ്നം? അതിന് ഇവിടെ ഒരു പ്രശ്നമില്ലല്ലോ ദേവി. പ്രശ്നമുണ്ട് ആനന്ദേട്ട അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പ്ലീസ് ആനന്ദേട്ട, നമുക്കൊരു ഔട്ടിങ്ങിന് പോകാം. പോകാം, നോക്കാം. അച്ഛനോട് ചോദിക്കട്ടെ. അച്ഛൻ സമ്മതിക്കുകയാണെങ്കിൽ എല്ലാം അച്ഛനോട് ചോദിക്കട്ടെ. എല്ലാവരും വന്നിട്ട് അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. ആര്യൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അച്ഛനോട് ചോദിക്കുന്നുണ്ടോ? ആകാശ് എന്തെങ്കിലും ചെയ്യുമ്പോൾ അച്ഛനോട് ചോദിക്കുന്നുണ്ടോ? ആനന്ദ് അച്ഛനോട് ചോദിക്കേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. അച്ഛനോട് ചോദിച്ചോ, പക്ഷെ സമ്മതം മേടിക്കണം. നോക്കട്ടെ, നിന്റെ ആഗ്രഹമല്ലേ, ഞാനല്ലാതെ പിന്നെ വേറെ ആരാ സാധിച്ചു തരുന്നേ? പോകാം എന്നിങ്ങനെ സമ്മതിച്ചു. ഇത് കേട്ടപ്പോ നമ്മുടെ ദേവിക്ക് ഭയങ്കര ആശ്വാസമായിട്ടോ. ഈ സമയത്താണ് നമ്മുടെ ആനന്ദാണ് എങ്ങനെ പറയുന്ന ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ ആനന്ദ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺഫ്യൂഷൻ അടിച്ച് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും നമ്മുടെ ധർമ്മമാമൻ വന്നിട്ട് എന്ത് പറ്റിയിടാ നിനക്കെന്ന് ചോദിക്കുകയാണ്. അപ്പം അത് പിന്നെ എന്ത് പറ്റാൻ, ഇനി പറ്റാനൊന്നുമില്ല. എന്ത് പറ്റാന്? അത് പിന്നെ അത് ദേവിക്കൊരാഗ്രഹം ഹണിമൂണിന് പോണെന്ന്. അല്ല, ഹണിമൂണിന് പോണെന്നല്ല, പുറത്തേക്കൊക്കെ ഒന്ന് പോണെന്ന്. അതിനിപ്പോ എന്താ പുറത്തേക്ക് പോയാല്? നീ ദേവീനെയും കൂട്ടി പുറത്തേക്ക് പോടാ. പുറത്തേക്കല്ല, അവർക്ക് വേറെ എവിടെയെങ്കിലും ദൂര സ്ഥലങ്ങളിൽ ഒരു 3-4 ദിവസം പോയി തങ്ങണമെന്ന്. അതെ, ഹണിമൂണില്ലേ, ഹണിമൂണോ? ഹണിമൂണോ? അപ്പോഴത്തേക്ക് നമ്മുടെ ആര്യനും വന്നിട്ട് ഹണിമൂണോ? ഇവിടെ എന്താ ഹണിമൂണിന്റെ ഒക്കെ സംസാരം? അത് പിന്നെ ദേവിക്ക് ഹണിമൂണിന് പോണെന്നാ പറയുന്നത്. അതിനിപ്പോ എന്താ, ദേവി അടുത്തിനെ കൊണ്ട് ഹണിമൂണിന് പോ. അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ഒക്കെ ആഗ്രഹം അതൊക്കെ സാധിച്ചു കൊടുക്കാൻ നോക്ക്. പിന്നെ ഏട്ടൻ പറഞ്ഞു കഴിഞ്ഞാലാണോ അച്ഛൻ സമ്മതിക്കാത്തത്? ഏട്ടോനെ അങ്ങ് പോയി പറഞ്ഞേ, അച്ഛൻ സമ്മതിക്കും. ഉറപ്പായിട്ടും ദേവിയെടുത്ത് പറഞ്ഞതും കൂടെ ആന്ന് പറഞ്ഞാൽ സമ്മതിക്കും. അത് തീർച്ചയാന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ആനന്ദ് പേടിച്ചൊക്കെ വരച്ച് പറയാനൊക്കെ ഒരുങ്ങി തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഇടയിലാണെങ്കിൽ നമ്മുടെ ആര്യനും മിത്രയും തമ്മിലുള്ള ചെറിയൊരു ലവ് സീനൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ആര്യനോട് മിത്രയ്ക്ക് ഭയങ്കര സ്നേഹമാണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ആര്യനും മിത്രയ്ക്ക് സ്നേഹമുണ്ടെന്ന് ആര്യ തിരിച്ചറിയുന്ന കുറച്ച് നിമിഷങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിനിടയിലായിക്കോട്ടെ, ആ പേപ്പർ ചുരുട്ടിക്കൊണ്ട് എറിഞ്ഞു നമ്മുടെ മീനാക്ഷി. പേപ്പർ തപ്പലാണ്. മീനാക്ഷിക്ക് പോകാൻ സമയമായി. ആ ഒരു ഫയൽ കൊണ്ടുപോകണം. അതുകൊണ്ട് പേപ്പർ അവിടെ ഇവിടെയൊക്കെ തപ്പി നടക്കുന്നുണ്ട്, കിട്ടുന്നില്ല. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ദേവിയുടെ ചെവിയിൽ എത്തുകയാണ് ആ പേപ്പർ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടതായിരുന്നെന്ന്. നമ്മുടെ ദേവി അന്താളിച്ചു പോയില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. ഏതായാലും ഇതിനിടയിലും ഇത്രയും നമ്മുടെ ഗോമതിയൊക്കെ കൂടി ആഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഉണ്ടോ, എവിടെയെങ്കിലും കാണുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അതിൻ്റെ അടിയിലും ഇതിൻ്റെ അടിയിലും ഒക്കെ പോയി അന്വേഷിക്കുകയാണ്. അവിടുന്ന് ഇവിടെ നിന്നൊന്നും കിട്ടുന്നില്ല. പാവം നമ്മുടെ ദേവി പിന്നെ ലാസ്റ്റ് പോയി അവിടുന്ന് ചുരുട്ടിക്കൂട്ടി കളഞ്ഞ് പേപ്പറൊക്കെ എടുത്തുകൊണ്ട് വരുന്ന കിടിലൻ സീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. അപ്പം എല്ലാവരും മിസ് ചെയ്ത് കളയരുതേ. നാളെ രാവിലെ തന്നെ ഫുൾ വിശേഷവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. രാവിലെ ഒരു 9 മണി 9:15 ഇടയിലൊക്കെയാണ് നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് വരുന്നത്. പിന്നെ രേവതിയുടെയും സച്ചിയുടെയും കഥയും അതുപോലെ തന്നെ നയനുടെയും ആദർശിന്റെയും കഥയും നമ്മൾ ഇടുന്നുണ്ട്. അത് നമ്മുടെ പഴയ ചാനലിൽ, അതായത് മെയിൻ ചാനലിൽ തന്നെയാണ് ഇടുന്നത്. പിന്നെ ഇടുന്നത് നമ്മുടെ ഗൗതമിന്റെയും നന്ദിയുടെയും കഥ ഇടുന്നുണ്ട്. ഇതിന്റെ എല്ലാ ഫുൾ വിശേഷവും പ്രമോവിശേഷവും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഗൗതമിന്റെയും നന്ദിയുടെയും കഥ നമ്മൾ ഇടുന്നത് നമ്മുടെ റിയൽ സ്റ്റോറി ന്യൂ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. അപ്പം അതിനകത്ത് നമ്മൾ ഗൗതമിന്റെയും നന്ദിയുടെയും ഫുൾ വിശേഷവും പ്രമോവിശേഷവും മാത്രമാണ് ഇപ്പം ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ കേൾക്കാൻ ഇനി താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേട്ടോ. നിങ്ങളൊന്ന് റിക്വസ്റ്റ് ചെയ്താൽ മതി കമൻറ്റിൽ. എനിക്ക് പറ്റുന്നതാണെങ്കിൽ, നമുക്ക് കിട്ടാൻ സാഹചര്യം ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. പോകുമ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.